അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ നവസാരി ജില്ലയിലെ നമ്മുടെ ദേശായി ഫാം ഹൗസിന് മുമ്പിലാണ്. അപ്പോൾ ഇന്നലെ തൊട്ട് ഞങ്ങളിവിടെ ഓരോ ഫാം വിസിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളെ കാണാൻ പറ്റി. നമ്മളോടൊപ്പം നരേഷ്, നമ്മുടെ നരേഷ് ഭായ് ഇന്നലെ തൊട്ട് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറായിട്ട്. ഓക്കെ നരേഷ്, അന്തരാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ആരെയും ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഉള്ളിലോട്ട് കടത്തി വിടില്ല. നമുക്കിവിടെ സ്പെഷ്യൽ പെർമിഷനുണ്ട്, ഓപ്പൺ കരി. അപ്പോൾ ഈ ഫാം ഹൗസിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നേരിട്ട് കാണാം. പൈനാപ്പിൾ ഫാമിൻ്റെ ആണോ, എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ്, അങ്ങനെ ഒരു നല്ലൊരു ആംബിയൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെ ഇവർ ചെയ്തിരിക്കുന്നതാണ്. ആണോ, എങ്ങ് നോക്കിയാലും മാവാണ് നിൽക്കുന്നത്. നിറയെ മാവുകളുണ്ട്, വെറൈറ്റി മാവുകളാണെന്ന് തോന്നുന്നു. ഇവിടെ നിറയെ മാവുകൾ പൂത്ത് നിൽക്കുന്നു. ഒരു കുതിരവണ്ടിയുടെ ലാടം കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരാൾക്ക് നന്നായിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാനുള്ള നല്ലൊരു ആംബിയൻ്റാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന രീതിയിൽ കണ്ട് നല്ല അലങ്കാരമാണ് ചെയ്തിരിക്കുന്നത്. നരേഷ് ഭായ്, അച്ഛാ ഹേ ഫാം അറേഞ്ച്മെൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ വന്ന ഫോർച്യൂണറൊക്കെ അതിനകത്തുണ്ട്, നമ്മൾ കാണിച്ചു തരാം. വ്യത്യസ്തങ്ങളായ മാവിനങ്ങൾ, ഇത് ഏതൊക്കെയാണെന്ന് അറിയില്ല, പക്ഷേ എല്ലാം ഒരേപോലെ പൂത്ത് നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഇവരുടെ പൈനാപ്പിൾ ഫാമിലേക്കൊക്കെ പോകുന്ന വണ്ടികളാണ്, പഴയ വണ്ടികളുണ്ട്. അതുപോലെ ഇവിടെ വാഴക്കുലകളൊക്കെ ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫാം തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിപ്പോൾ എന്തോ ഒരു ചെറിയ ഇഷ്യൂ കാരണം അത് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഓക്കെ, എന്നല്ല ഇവിടെ 2 എൻട്രൻസ് ഉണ്ട്. 2 എൻട്രൻസും കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. ശരിക്കും ഒരു പാർക്കിലൊക്കെ പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ ഫാം ഹൗസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒരുപാട് പേര് ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള പന്തലൊക്കെ ഇതവിടെ കാണാം. അപ്പം അങ്ങോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ട് നമുക്ക് പോവാം. എല്ലാം ഒരുപോലെ പൂത്ത് നല്ല ഭംഗി. ഇപ്പോൾ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കിളികളുടെയൊക്കെ ശബ്ദം ഇവിടുന്ന് കേട്ടായിരുന്നു. ഇപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷൂട്ട് ചെയ്തെടുക്കാം. വലിയ ക്യാമറയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ വന്നിരുന്ന് ചെറിയ ഊഞ്ഞാലുകളൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടും വലിയവർക്ക് വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കാമെന്ന് തോന്നുന്നത് കണ്ടോ. ഇത് കട്ടില കേട്ടോ. പിന്നെ ട്രാക്ടറിൻ്റെ ടയർ വെച്ച് ചെയ്തിരിക്കുന്ന ഊഞ്ഞാലത് ഉണ്ടോ, ഇരിക്കാനുള്ള സ്ഥലങ്ങളും. ലൈറ്റ് സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇപ്പോൾ നൈറ്റും കൂടെ ഇവർ ലൈറ്റെല്ലാം ഇടും, അപ്പോൾ കാണാൻ ഭംഗിയുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ബായ് പറഞ്ഞിരുന്നത് അതൊക്കെ നമുക്ക് നൈറ്റും കൂടെ എടുക്കാം. ഉണ്ടോ, ഇതൊക്കെ കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ ഗുജറാത്തിൽ വന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങ് നോക്കിയാലും മാവ് ആയി. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇപ്പോൾ കണ്ട നരേഷ് ഭായ് താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിലെ വീട്. അതുപോലെ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നരേഷ് ഭായ് ഉസ്കാക്കർ ഉസ്കാബുക്കർ ഓക്കെ. ഇവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത് ഇതിനകത്താണ് കേട്ടോ. അതെ. ആയേ ബച്ച ആയേ. അതെ, നരേഷ് ഭായിയുടെ കുട്ടി. बेटी अपनी उसका नेम अपनी आओ नाइस नेम. കൊച്ചു വരെ നല്ല ഹാപ്പി. നൈറ്റ് കണ്ടോ. ഇവിടെയൊക്കെ ആ എൻട്രൻസിൽ നിന്ന് വന്നേക്കുന്ന ഒരു അലങ്കാരപ്പണികളൊക്കെ ഇതുണ്ടോ, എന്ത് രസം നോക്കി. ചലോ ഉദർ സൈഡ്. ഓക്കെ, നമുക്കപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാം. ഉണ്ടോ, ഇതാണ് അദ്ദേഹം ഫാം ഹൗസ്. ഇതാട്ടോ
ഫാം ഹൗസിലേക്കുള്ള എൻട്രൻസ് ഇതാ. എന്ത് ഭംഗിയായിട്ടാണ് അലങ്കരിച്ചേക്കുന്നു നോക്കി. ഓ ഇത് സ്വിമ്മിംഗ് പൂൾ ബൈ സ്വിമ്മിംഗ് പൂൾ. ഓ പാനി നെയ്. ഓക്കെ അത് ഓഹോ ഹോ. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പോൾ വെള്ളമില്ല, വെള്ളം പറ്റിച്ചിട്ടേക്കാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാം ഹൗസിലെ അവിടെ നമ്മുടെ അജിത് സാറും ഒക്കെ അതിനകത്തുണ്ട്. ഇതാ ഒരു നല്ലൊരു മരം ഇതാ. ഓ എന്നാ രസം നോക്കി. അപ്പോൾ ഒരു സൺസെറ്റൊക്കെ ഇവിടെ നിന്ന് നന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതാ സൺസെറ്റ്. ഇവിടെ നല്ല ചുവന്ന സൂര്യൻ എന്താ പച്ചപ്പരവതാനി വിരിച്ചതുപോലെ തന്നെ നമ്മുടെ പുല്ലൊക്കെ നട്ട് പിടിപ്പിച്ചിരിക്കുന്നു. അതോ ഡെങ്ങ് നോക്കിയാലും പച്ചപ്പാണ്. ഞാനിപ്പോൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നല്ല പച്ചപ്പിനകത്തൊരു ഫാം ഹൗസ്, അതുകൊണ്ടാണ് ഇതുപോലെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലങ്ങളാണിത്. അതും ദേ മരത്തിൻ്റെ നമ്മുടെ മാവിൻ ചുവട്ടിലൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. കട്ടിലുണ്ട് കണ്ടോ. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പന്തലുകൾ. ഇനി ഇവിടെ അല്ല മൊത്തം നല്ല രീതിയിൽ അലങ്കരിച്ചേക്കുന്നതൊക്കെ കാണാവുന്ന എന്ത് ഭംഗിയുണ്ട്. ഇതേ സൗണ്ട് സിസ്റ്റമൊക്കെ ഇവിടെ ഉണ്ട്, സോഫയുണ്ട് കേട്ടോ. മെയിനായിട്ട് ആളുകൾക്ക് ഇരിക്കാനും ഒക്കെയുള്ള ഒരു സ്റ്റേജാണെന്ന് തോന്നുന്നത്. ഫാൻ കാര്യങ്ങളൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെയും മാവും, എവിടെ നോക്കിയാലും മാവും മരം ഉണ്ടേ. എന്താല്ലേ ഇതുപോലെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊരു ക്രിയേറ്റിവിറ്റി നന്നായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ദേശായി ഫാം ഹൗസ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു എക്സ്പോർട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ MD2 പൈനാപ്പിൾ പോലും ഇവരുടെ അണ്ടറിലാണിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത്. നമ്മുടെ ഈ ഫാം ഹൗസിൽ നിന്നും നിറയെ കാണാം. ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ നമ്മുടെ അജിത് സാറും അതെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല കൂളായിട്ട്. ഒരു ജാടയില്ല കേട്ടോ. ഒരു നമ്മുടെയൊക്കെ അടുത്ത് നല്ലതാണെങ്കിൽ വല്ല മുതലാളിമാരുടെയൊക്കെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാത്ത ജാടയില്ല. എല്ലാ കാര്യത്തിലും സപ്പോർട്ട്, ഏത് രീതിയിലാണെങ്കിലും. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇതിന്ന് ഇത്രയും സാധനം നമ്മൾ വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാതെ പോകുന്നത് മോശമല്ലേ എന്നോർത്താണ് ഇവിടെ ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ചത്. അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട്. ഇതാ ദേശായി ഹോംസിൻ്റെ ആ ഒരു ഫാം ഹൗസ് തന്നെ ഇത്രയാണെങ്കിൽ ബാക്കിയൊക്കെ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. വേറെ ഇപ്പോൾ ഞാൻ പൈനാപ്പിൾ പാടത്ത് പോയി, നമ്മുടെ നാട്ടിലെ വാഴക്കുളം പൈനാപ്പിളൊക്കെ ഇവിടെ ഗുജറാത്തിലേക്ക് ഇവർ അപ്പോൾ പരീക്ഷണാർത്ഥം നട്ടു തുടങ്ങി 2 മാസം ആയതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ വെസ്റ്റ് ബംഗാൾ ആ സൈഡിലേക്കാണ് നമ്മുടെ MD2 പൈനാപ്പിൾ ഉള്ളത്. അവിടെയൊക്കെ പോകാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും വരുന്ന വിസിറ്റിങ്ങിനൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഈ ഒരു ഇത്ര മനോഹരമായ ഈ കാഴ്ചകളിൽ നിന്ന് നമ്മൾക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റ് ഫെസിലിറ്റികൾ കാര്യങ്ങളൊക്കെ ഇവിടെ സന്ദർശകർക്കും ഒക്കെ ആയിട്ട് ഒരുക്കിയിരിക്കുന്നതാണിത്. ഇപ്പോൾ നമ്മൾ ആദ്യമേ വന്ന് കയറിയതാണ് ഈ ഗേറ്റിനപ്പുറത്തുനിന്ന്. അപ്പോൾ നമ്മൾ തിരികെ പോകുന്നു. ഇവിടെ മുളകളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായൊരു അനുഭവമാണ് ഇവിടെ വന്നിട്ട്. ഇപ്പോൾ നൈറ്റ് വിഷൻ കൂടിയാണ് ഈ കാണുന്നത്. എങ്ങും ലൈറ്റ്, നല്ല ഭംഗി. ആഹാ, ഇതാണ് നമ്മുടെ ദേശായി ഗ്രൂപ്പ്സ്. ഇതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഓരോ ഫാം ഹൗസുകളുണ്ട്. മെയിനായിട്ടും പൈനാപ്പിളാണ് ഇപ്പോൾ ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കൃഷിയേറ്റവും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫാം ഹൗസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവർ പുറത്ത് പോയതാണ്, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണ്ടോ എന്ത് ഭംഗിയതേ, വഴി വരെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ മെയിൻ ഓഫീസ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ
ഉള്ളിൽ തന്നെ സാറ് കാണിച്ചു തന്നായിരുന്നു എക്സ്പോർട്ട് ചെയ്യുന്ന പൈനാപ്പിളിൻ്റെ പാക്കിംഗ് കവറുകളൊക്കെ. എന്തായാലും നമ്മളത് എടുക്കുന്നില്ല, പെർമിഷൻ ഇല്ലല്ലോ. അപ്പോൾ ഈ പുറത്തു നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതുതന്നെ വലിയ കാര്യം. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു ഇരുട്ടാവാൻ വേണ്ടിയിട്ട്. വൈകുന്നേരമാണല്ലോ എടുത്തത്. അതാ സ്വിമ്മിങ് പൂളൊക്കെ അവിടെ വെള്ളമില്ല, വെള്ളമൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങ് നോക്കിയാലും മാവും ഇതുപോലുള്ള അലങ്കാരമായിട്ടുള്ള മരങ്ങളും ഒക്കെ നിറഞ്ഞാണത് ഈ ഒരു ഫാം ഹൗസിൻ്റെ ആംബിയൻ്റ്. വളരെ സന്തോഷമായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഇങ്ങനെ നടക്കുമോ ഞാൻ, പക്ഷെ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ തണുപ്പ് അവിടെ, വലിയ ചൂടൊന്നുമില്ല. ഇനി മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഗുജറാത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിപ്പോൾ വന്നപ്പോൾ നല്ല ഗുഡ് ആണ്. അപ്പോൾ ഈ കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്കത് അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ, ഇവിടെയാണ്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഓരോ ഫംഗ്ഷൻ ഇവരുടെ അടുത്ത് ചെയ്യുമ്പോൾ ചെയ്യുന്ന അവർക്ക് അവിടെ ഇരുന്ന് കാണുവാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ചു തന്ന പോലെ തന്നെ ഞാൻ ദേശായി സാറിനെ കാണിച്ചു തരാം. ദേശായി സാറും ഉണ്ട്, നമ്മുടെ അജിത് ദേശായി സാറും ഉണ്ട്, സുരേഷ് സാറും ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ അജിത് സാറ്, ഇത് സുരേഷ് സാറ്. അപ്പോൾ ഞങ്ങളിന്ന് ഫാം കണ്ട് നല്ല കേട്ടോ, ഒരുപാട് സമയം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനിയും ഇതിന് മിക്കവാറും നൈറ്റ് എവിടെയാണോ എന്നറിയില്ല. പക്ഷേ എന്നാലും ഗുഡ്, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ച ഒരുപാട് സന്തോഷം തോന്നുന്നു ഇപ്പോൾ.